നമ്മളെ ഒന്നുമില്ല സാഹിബിൻ്റെ ആണെന്ന് പറയുന്നവൻ പിടിക്കാനാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും രണ്ടഭിപ്രായങ്ങൾ കാണും. പിന്നെ എല്ലാത്തിനെയും കണ്ണടിച്ച് അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഞാൻ ആധുനികതയെ വിശ്വസിക്കത്തുള്ളൂ. ആധുനിക എന്ന് പറയുന്നത് ഇവൻ പറയുന്നത് ആധുനികത. സർജറി കണ്ടുപിടിച്ചത് ശുശ്രൂഷാന്ന് ഞാൻ പറഞ്ഞ എന്നെ പൊട്ടനാണ്. ആയുർവേദ മരുന്ന് തരുന്ന അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടുന്ന പല സാധനങ്ങളും അതല്ല. ചില ആൾക്കാർ മണ്ടന്മാരായ നാട്ടുകാർ തുണി കൊണ്ട് കല്ലടിച്ച് കയറാൻ ശ്രമിക്കുന്ന കണ്ടിട്ടുണ്ടെന്ന്. അവൻ തുണി അലക്കുന്നത് ഇവൻ ധരിച്ചെന്തോ ധാരണാപക്ഷമായത്. പിന്നെ അതുപോലെ തന്നെ അവരവിടെ ചെന്ന് പറഞ്ഞു രാത്രിയിൽ അതെന്ന് പറഞ്ഞ പ്യാസികൾ നദിയിൽ കൂടെ കായലിൽ കൂടെ ദീപം പിടിച്ചോണ്ട് വ്യക്തമായിട്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. മീൻപിടുത്തക്കാർ വള്ളത്തേല് പന്തം കത്തിച്ച് പോയതാണ്. അപ്പൊ നമ്മുടെ ധാരണകൾക്ക് തെറ്റാ. നമ്മൾ തിരുവിതാംകൂർ ചരിത്രം വിശ്വസിക്കുന്നത് ഇപ്പൊ ശ്രീരാമപിള്ള എഴുതിയതല്ലേ. ശ്രീരാമപിള്ളയുടെ ഒത്തിരി ഉണ്ട്, ഒത്തിരി പേരുണ്ട്. ശങ്കുണ്ണി ഒത്തിരി പേരുടെ ഉണ്ട് ചരിത്രത്തിൽ. ഇപ്പം പിന്നെ പുതിയ 2-3 ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതുണ്ട് നഗരത്തിന്റെ അങ്ങനെ ഉണ്ട്. കുറെ ബുക്കുകളുണ്ട്. ഇതെല്ലാം വായിച്ചു കഴിയുമ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ സത്യമായിരിക്കാം, കുറേയൊക്കെ വേണ്ടാത്ത വിട്ടേക്കുക. പിന്നെ കൊട്ടാരത്തിലുള്ളവർ പറയുന്നവര് 100% സത്യമാകാം. കാരണം അവരാരും നമ്മുടെ കൂട്ട് ദുഷ്ടമനുഷ്യരല്ലാത്തത് കൊണ്ട് സത്യം പറയാം. ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയില്ല. ഈ അവരുടെയൊക്കെ മുഖഭാവം അവരുടെ ശരീരഭാഷയെ കണ്ട് ശുദ്ധ മനുഷ്യരാണെന്ന് തോന്നുന്നു. ഞാനതെന്ന് പറയാൻ ആളല്ല. ചരിത്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും രണ്ടഭിപ്രായങ്ങൾ കാണും. ഊർപ്പത്തിന്റെ പേരാ കുറുന്തോട്ടി പേരിന് തരുന്നത്. അശോകത്തൊലിക്ക് പകരം തരുന്നത് അരണമരത്തിന്റെ തൊലിയാണ്. അപ്പൊ പല മരുന്നുകളും ഈ സാധനങ്ങൾ കിട്ടാനില്ല. പിന്നെ എങ്ങനെ ഈ മരുന്ന് ഫലിക്കുന്നത്? കണ്ട തിരിച്ചറിയുന്നവരില്ലെന്ന്. ഞാൻ ഈ കോന്നിയിലൊരു വീട്ടിൽ പോയി. അപ്പൊ അവിടെ 1-2 വീട്ടുകാര്, കോന്നിക്ക് അടുത്തൊരു സ്ഥലമാണ്. അപ്പൊ ആ കൊച്ചിന് ചുമയാണ്. ഞാൻ പറഞ്ഞു നിർമ്മലാനന്ദഗിരി സ്വാമി കേട്ടിട്ടുണ്ടല്ലേ? അദ്ദേഹം നമ്മുടെ തിരുവല്ല താമസം ഒത്തിരി നാള് ശാന്തി. പക്ഷെ അന്ന് എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. അദ്ദേഹം പറയുന്ന ഒരു ഇതുണ്ട്, എത്ര ചുമയുണ്ടെങ്കിലും ഈ മുക്കുറ്റി വലിയ തട്ടിയുള്ള കണ്ടാണ് കണ്ടിച്ച് കളഞ്ഞിട്ട് ബാക്കി നല്ലപോലെ കഴുകി അതൊക്കെ ചുക്കിലിയും മണ്ണും പ്രാണികളെ കാണും അതൊക്കെ കളഞ്ഞിട്ട് മുക്കുറ്റി തന്നെ ഒരു 3-4-5 ടൈപ്പ് ഉണ്ട്. പൊക്കം വെക്കുന്നുണ്ട്, താഴെ പടരുന്നുണ്ട്, ഇച്ചിരി പൊക്കമുള്ളതുണ്ട്, മഞ്ഞയുണ്ട്, ചുവപ്പുണ്ട്, വെള്ളയുണ്ട്. അല്ല ഇത്രയും പൊക്കമുള്ളതുണ്ട്. അതുകൊണ്ട് താഴെ പടർന്നു നിൽക്കുന്നുണ്ട്, പച്ച കിടക്കുന്നുണ്ട്, ഇച്ചിയുടെ പൊക്കം വെക്കുന്നുണ്ട്. 3-4 സൈസ് ഉണ്ട്. മണ്ണിന്റെ മാത്രമല്ല, അതിന്റെ വർദ്ധം അതാ. അത് വായിലിട്ട് കുരുമുളക് വെട്ടി ചവച്ച് ഉമിനീരിറക്കാമെങ്കിൽ 1/2-3/4 മണിക്കൂർ വായിട്ട് ചവച്ച് അതിന്റെ ഉമിനീരിറക്കാമെങ്കിൽ നമ്മുടെ കഫം ഉണ്ട് പോകുമെന്നാണ് പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ പോയിട്ടുണ്ട്.